നമ്മുടെ കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കിടുമ്പോൾ നാം കാണേണ്ടത് ആ ജില്ലയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. 5 നിയമസഭാ മണ്ഡലങ്ങൾ, ഒന്ന് മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ. ഈ 5 മണ്ഡലങ്ങളിൽ മഞ്ചേശ്വരത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. 2011 മണ്ഡലത്തിൻ്റെ അതിർത്തികൾ പുനർനിശ്ചയിച്ചുകൊണ്ട് പുതിയ അതിർത്തികളുണ്ടായത്. അതിൽ ഒരു മാറ്റമില്ലാത്ത ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. മഞ്ചേശ്വരത്തിൻ്റെ ഒരു പ്രത്യേകത 1957 ആദ്യത്തെ ഇലക്ഷനിൽ ഉമാനാഥ് റാവു അവിടെ തിരഞ്ഞെടുപ്പില്ലാതെ നിയമസഭാ സാമാജികനായി മാറിയതാണ്. അന്ന് കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉമാനാഥ് റാവുവിനെതിരായിട്ട് സ്ഥാനാർത്ഥിയെ നിർത്താത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പില്ലാതിരിക്കുകയും അദ്ദേഹം ഏകപക്ഷീയമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം ആദ്യകാല തിരഞ്ഞെടുപ്പുകളിൽ മഞ്ചേശ്വരത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചിരുന്ന മണ്ഡലമാണ്. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, 1980-കൾക്ക് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് മഞ്ചേശ്വരത്ത് മുസ്ലിം ലീഗിന്, പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് പാർട്ടിക്ക് വലിയ തരത്തിൽ വോട്ട് വർദ്ധിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ആ മണ്ഡലം മാറുന്ന സ്ഥിതിയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. അതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ചെർക്കളം അബ്ദുള്ള, അന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാവായ ചെർക്കളം അബ്ദുള്ള മഞ്ചേശ്വരത്ത് കൂടുതൽ പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമാണ്. സമീപകാലത്തായിട്ട് മഞ്ചേശ്വരത്തിന് വരുന്ന പ്രത്യേകത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3-ാം സ്ഥാനത്തേക്ക് പോകുന്നതാണ്. ആ ഒരു 1-ാം സ്ഥാനത്ത് ഐക്യജനാധിപത്യ മുന്നണിയും 2-ാം സ്ഥാനത്തേക്ക് BJPയും എത്തിച്ചേർന്ന ഒരു തെരഞ്ഞെടുപ്പ് ചിത്രമാണ് സമീപകാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ 2016 തെരഞ്ഞെടുപ്പിലാണ് ഏതാണ്ട് BJP ജയിച്ചു വരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവുകയും BJPയുടെ നേതാവ് K. സുരേന്ദ്രൻ ചെറിയ വോട്ടിന് അവിടെ പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ 2021 എത്തുമ്പോഴേക്ക് ആ വോട്ടിൻ്റെ വ്യത്യാസം കുറച്ചുകൂടി വലുതായി 700ഓളം വോട്ടിനാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരത്ത് 3 മുന്നണികൾക്കും അതിൻ്റേതായ അടിത്തറയുള്ള മണ്ഡലമാണ്. പക്ഷേ സമീപകാലത്തായിട്ട് ഐക്യജനാധിപത്യ മുന്നണിയും BJPയും തമ്മിലുള്ള പോരാട്ടമായിട്ട് മഞ്ചേശ്വരം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കടുത്ത മത്സരത്തിൽ ഈ 3 പേർക്കും ഏതാണ്ട് തുല്യ നിലയിലുള്ള വോട്ടുകൾ കിട്ടുന്ന അവസ്ഥയും ഉണ്ടാവും. BJPയുടെ ഭാഗത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചില ഇടപെടലുകൾ, പ്രത്യേകിച്ചും ആ മണ്ഡലത്തിലുള്ള ടോൾ ബൂത്ത് കാര്യത്തിലായാലും അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് വോട്ടർമാരിൽ സ്വാധീനമുണ്ടാക്കുവാൻ വേണ്ടി ഒട്ടേറെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ മാറിയ ഒരു സാഹചര്യത്തിൽ BJP എന്ന് പറയുന്ന കേരളത്തിൽ അത്രമാത്രം പ്രസക്തമല്ല എന്ന് വോട്ടർമാർ, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി മനസ്സിലാക്കി കഴിഞ്ഞു. ആ ഒരു പശ്ചാത്തലത്തിൽ BJP അവിടെ ജയിക്കാൻ സാധ്യത കുറവാണ് എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ അന്തരീക്ഷം പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയുക. അപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ മുൻതൂക്കം അവിടെ നിലനിർത്തിക്കൊണ്ട് ഒരുപക്ഷെ മണ്ഡലം നിലനിർത്താൻ സാധിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുക. ശക്തമായിട്ടുള്ള ഒരു മത്സരം ഉണ്ടാവും. 3 പേർക്കും ഏതാണ്ട് ഒരു 30% വോട്ടുകളായിരിക്കും ഉണ്ടാവുക. ആ വോട്ടിൻ്റെ വ്യത്യാസം എത്രത്തോളം ഉണ്ട് എന്നുള്ളതായിരിക്കും സ്വാഭാവികമായും മഞ്ചേശ്വരത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരിക. ഇതാണ് മഞ്ചേശ്വരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നും ഉള്ള ഒരു നമുക്ക് വരാൻ 2026 എന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റുക. 2ാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് കാസർഗോഡ് മണ്ഡലമാണ്. ഈ കാസർഗോഡ് മണ്ഡലത്തിന് പ്രത്യേകതയുണ്ട്. ആ കാസർഗോഡ് മണ്ഡലം രൂപീകരിച്ച ശേഷം ഇന്നേ വരെ അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടില്ല. അത് പഴയകാലത്ത് CPIയുടെ കോൺഗ്രസുമായിട്ട് ബന്ധമുള്ള അലയൻസ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ CPIയുടെയോ അല്ലെങ്കിൽ അതിനുശേഷം ഇടതുപക്ഷ മുന്നണി വന്നതിന് ശേഷം CPMൻ്റെയോ CPIയുടെയോ ഒരു സ്ഥാനാർത്ഥിയും ജയിക്കാത്തൊരു മണ്ഡലമാണ് കാസർഗോഡ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ വല്ലാത്ത വോട്ട് വിഹിതം ഉള്ള മണ്ഡലമാണ് കാസർഗോഡ്. അതുമാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ
ഇടതുപക്ഷ മുന്നണിയുടെ വോട്ട് ശതമാനം കുറയുന്നതായിട്ടാണ് കാണുന്നത് ഗ്രാജ്വലായിട്ട്. അതാണ്ട് ഒരു 20% എത്തിച്ചേർന്നിരിക്കുകയാണ്. ആദ്യകാലത്തിലൊക്കെ ചെറിയ ഫൈറ്റ് കൊടുത്തു വന്ന ഇടതു മുന്നണിയാണെങ്കിൽ സമീപകാല തെരഞ്ഞെടുപ്പിൽ 2006 തൊട്ട് 2011, 2016 ഒക്കെ എടുത്ത് 21 വരെ എടുത്തു കഴിഞ്ഞാൽ ആ വോട്ട് ശതമാനം ഗ്രാജ്വലായിട്ട് കുറയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാസർഗോഡ് മണ്ഡലത്തിലെ മത്സരം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ മുസ്ലിം ലീഗ്, ഐക്യമുന്നണിയുടെ ഭാഗമായിട്ടുള്ള മുസ്ലിം ലീഗും അതുപോലെ തന്നെ നമ്മുടെ BJPയുടെ അവർ തമ്മിലുള്ള ഒരു മത്സരമായി മാറും. പണ്ട് മുതലേ ഭാരതീയ ജനസംഖ്യമുള്ള സമയത്ത് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ചില പോക്കറ്റുകളുള്ള ഒരു സ്ഥലമാണ് കാസർഗോഡ്. ഭാരതീയ ജനസംഘത്തിന് ഏറ്റവും ശക്തമായിട്ടുള്ള ബേസ് ഉണ്ടായിരുന്ന കുറേ ഏരിയ സ്ഥലങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാരതീയ ജനസംഘത്തിൻ്റെ ആ ഒരു പോക്കറ്റുകളിൽ നിന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് കൂടുതൽ വോട്ടുകൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കാസർഗോഡ് മണ്ഡലത്തിൽ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് ഒരുപക്ഷെ കേരളത്തിൽ ഐക്യമുന്നണിക്ക് ലഭിക്കാവുന്ന ഒരു ഷുവർ മണ്ഡലത്തിൻ്റെ കൂട്ടത്തിൽ കാസർഗോഡിനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുമെന്നാണ്. പക്ഷേ എങ്കിലും അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, അത് ഉണ്ടാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അലോസരങ്ങൾ, ഇതൊക്കെ ഒരുപക്ഷെ ഐക്യമുന്നണിക്കും ഒരു തലവേദന സൃഷ്ടിച്ചേക്കാം. സേഫ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അത് ഐക്യമുന്നണിയുടെ ഒരു ഷുവർ മണ്ഡലമായിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കും കഴിഞ്ഞകാല വോട്ടുകളുടെ പശ്ചാത്തലത്തിൽ. ഇതാണ് കാസർഗോഡുമായിട്ട് നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കുക. ഇനി ഇങ്ങോട്ടുള്ള മണ്ഡലങ്ങളിലാണ് ഒരു സത്യത്തിൽ ഒരു അവിടെ ലെഫ്റ്റിൻ്റെ മുന്നേറ്റം ഉണ്ടാകും. അതിൽ വരുന്നത് ഉദുമയാണ്. ഈ ഉദുമ മണ്ഡലം എന്ന് പറയുന്നത് 1977 തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് ഫോം ചെയ്യുന്നത്. അതായത് ഡീലിമിറ്റേഷൻ പ്രക്രിയ കഴിഞ്ഞിട്ട് അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഉദുമ രൂപീകരിക്കപ്പെടുന്നത്. അന്ന് 140 മണ്ഡലം ഉണ്ടാകുന്ന സമയത്താണ്, അതുവരെ ഉണ്ടായിരുന്ന മണ്ഡലത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചപ്പോൾ 140 വന്നപ്പോഴാണ് ഉദുമ രൂപീകരിക്കുന്നത്. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ NK ബാലകൃഷ്ണൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഐക്യമുന്നണിയുടെ ഭാഗമായിട്ട്, അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് PSPയുടെ ഭാഗമായിട്ടും കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടൊക്കെ നിന്ന ഒരു വ്യക്തിയാണ്. NK ബാലകൃഷ്ണനായിരുന്നു ഉദുമയിൽ അന്നത്തെ സ്ഥാനാർത്ഥി. അദ്ദേഹം അവിടെ KG മാരാർ, അത് അന്ന് ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ട് ജനതാ പാർട്ടിക്ക് ലഭിച്ച ഒരു മണ്ഡലമായിരുന്നു. അങ്ങനെ KG മാരാറെ തോൽപ്പിച്ചുകൊണ്ട് NK ബാലകൃഷ്ണൻ ജയിക്കണം. 1980 തെരഞ്ഞെടുപ്പിൽ അവിടെ ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുകയും CPMൻ്റെ പുരുഷോത്തമൻ അവിടെ ജയിക്കുകയും ചെയ്യണം. ഈ ജയത്തോടു കൂടി അവിടെ ഉദുമ മണ്ഡലത്തിനുണ്ടായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയത്തിന് കൂടുതൽ സ്വാധീനം ഉണ്ടാകുന്ന മണ്ഡലമായി മാറുകയാണ്. പിന്നീട് ഉദുമയിൽ കണ്ടത് ലെഫ്റ്റിൻ്റെ, അതായത് CPMൻ്റെ വിജയങ്ങളാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ KT കുഞ്ഞിക്കണ്ണൻ, കോൺഗ്രസിൻ്റെ KT കുഞ്ഞിക്കണ്ണൻ ജയിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും വലിയ ശക്തമായ പോരാട്ടം എന്ന് കേരളം മുഴുവൻ പറഞ്ഞിരുന്നത് 2006 തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് നേതാവായിരുന്ന ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന K സുധാകരൻ അവിടെ 2006 ഉദുമയിൽ മത്സരിച്ചപ്പോഴാണ്. ഒരുപക്ഷെ ഉദുമ പിടിച്ചെടുക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്തത്. പക്ഷെ അന്നും ഇടതുപക്ഷം തന്നെ ഉദുമയിൽ ജയിച്ചു. അതിനുശേഷം പിന്നീട് കാണുന്നത് 2011 കൂടി കാണുന്നത് ഉദുമ വളരെ സേഫായിട്ടുള്ള ഒരു മണ്ഡലമായിട്ട് ഇടതുപക്ഷത്തിന് മാറുകയാണ്. ഗ്രാജ്വലായിട്ട് അതിൻ്റെ വോട്ട് ശതമാനം വർദ്ധിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണെങ്കിൽ പിന്നീട് ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് വലിയ അത്ഭുതങ്ങളൊന്നും, അതായത് ഒരു വലിയ കേരളത്തിൽ വലിയ ഒരു അടിയൊഴുക്കൊന്നും ഇല്ലാതെ ഒരു തെരഞ്ഞെടുപ്പാണെങ്കിൽ, ഇപ്പം സ്വാഭാവികമായും നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് വികസനവുമായി ബന്ധപ്പെട്ട അജണ്ടകളാണ്. അത്തരം വികസന അജണ്ടകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഉദുമ പോലത്തെ മണ്ഡലത്തിൽ വേറൊരു റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങൾ കാണിച്ചിരിക്കുന്ന അതേ ട്രെൻഡിൽ വീണ്ടും നിലനിർത്താം. അതുകൊണ്ട് ഒരുപക്ഷെ കാസർഗോഡ് ജില്ലയിലെ 3ാമത്തെ മണ്ഡലമായ ഉദുമ എന്ന് പറയുന്നത് ലെഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ജയിക്കുന്ന ഒരു മണ്ഡലമായിട്ടാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുപോലെയാണ് ഒരു രാഷ്ട്രീയ സാഹചര്യവും ഇപ്പോഴും നിലനിൽക്കുന്നത്. പിന്നെ ഉള്ളത് മണ്ഡലമാണ് കാഞ്ഞങ്ങാട്. പഴയ ഹോസ്ദുർഗ് എന്ന് നമ്മൾ പറയുന്ന മണ്ഡലമാണ്. ഈ ഹോസ്ദുർഗിൻ്റെയും ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആഭിമുഖ്യമുള്ള മേധാവിത്വമുള്ള ഒരു മണ്ഡലമാണ്. ആ മേധാവിത്വം ഇന്നും സൂക്ഷിച്ചു പോകുന്ന ഒരു മണ്ഡലമാണ് ഹോസ്ദുർഗിന്
അതിനുശേഷം 2011 ഈ കാഞ്ഞങ്ങാടായിട്ട് മാറുന്നത്. കാഞ്ഞങ്ങാടായാലും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇടതുപക്ഷ മുന്നണി അവിടെ ജയിക്കുന്നത്. അതുമാത്രമല്ല, അത് കാലാകാലമായിട്ട് ഹോസ്ദുർഗുള്ള കാലത്തിലായാലും ഇപ്പോൾ കാഞ്ഞങ്ങാടായാലും ഇടതുപക്ഷത്തിൻ്റെ ഘടകകക്ഷിയായ CPI ആണ് അതിന് മത്സരിക്കുന്നത്. ഇപ്പോൾ CPI കേരളത്തിൽ ജയിക്കുന്ന, പ്രത്യേകിച്ചും മലബാറിൽ ജയിക്കുന്ന ഏറ്റവും കംഫർട്ടബിളായി ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമായിട്ടാണ് കാഞ്ഞങ്ങാടിനെ നമ്മൾ വിലയിരുത്തുന്നത്. വലിയ മാറ്റങ്ങളില്ലാതെ നേരത്തെ നല്ല ഭൂരിപക്ഷത്തോടു കൂടിയാണ് ജയിച്ചത്. ആ ഭൂരിപക്ഷം എത്ര കുറഞ്ഞു കഴിഞ്ഞാലും പോലും അതൊരു ജയത്തിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് എത്താൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ 2026 തെരഞ്ഞെടുപ്പിൽ വികസന അജണ്ട ചർച്ച ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കാഞ്ഞങ്ങാട് മണ്ഡലം എന്ന് പറയുന്നത് ലെഫ്റ്റിനെ സംബന്ധിച്ച് ഒരു സേഫ് ആയിട്ടുള്ള ഒരു മണ്ഡലമായിട്ടാണ് പൊതുവെ വിലയിരുത്തുന്നത്. പിന്നെ 5ാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം തൃക്കരിപ്പൂരാണ്. ഈ തൃക്കരിപ്പൂർ എന്ന് പറയുന്ന മണ്ഡലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും സ്വാധീനമുള്ള, അടിത്തറയുള്ള, കർഷക പ്രസ്ഥാനങ്ങളുടെ വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ്. ഇത് ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നീലേശ്വരം മണ്ഡലം ആദ്യകാലത്ത് 1957 കേരളത്തിൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ നീലേശ്വരം മണ്ഡലം, കണ്ണൂരിൻ്റെ അവിഭക്ത കണ്ണൂരിൻ്റെ ഭാഗമായിട്ടുള്ള നീലേശ്വരം മണ്ഡലം, അതാണ് തൃക്കരിപ്പൂറായി മാറുന്നത്. ആ മണ്ഡലത്തിൽ നിന്നാണ് ശ്രീ EMS നമ്പൂതിരിപ്പാട് ജയിച്ച് മുഖ്യമന്ത്രി ആയത്. അതിനുശേഷം തൃക്കരിപ്പൂർ, നീലേശ്വരം മാറി തൃക്കരിപ്പൂർ ആവുന്നു. തൃക്കരിപ്പൂരിൽ ഉണ്ടാകുന്ന ഓരോ തെരഞ്ഞെടുപ്പിലും വളരെ കംഫർട്ടബിളായിട്ട് ഇടതു മുന്നണി കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ വലിയ ഒരു പോരാട്ടത്തിനൊന്നും പ്രസക്തിയില്ല. സ്വാഭാവികമായിട്ടും ഐക്യമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്യൂട്ടബിളാകുന്ന, ഇതിനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും വലിയ വിഷമമുള്ള കാര്യമാണ്. അവരെ സ്ഥാനാർത്ഥികളെ പോലും പുറമേ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് ഇറക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ ഇടതുപക്ഷത്തിന് നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കാൻ പറ്റുന്ന മണ്ഡലമാണ് തൃക്കരിപ്പൂർ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങളെ നമ്മളൊന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്നതൊക്കെ കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്വഭാവവും വോട്ട് പാറ്റേണും വെച്ചുകൊണ്ടാണ്. അല്ലാതെ നാളെ നമുക്ക് ഒരു ഈ പറയുന്ന മാധ്യമങ്ങളൊക്കെ നടത്തുന്ന അഭിപ്രായ സർവേ വെച്ചുകൊണ്ടോ ഒന്നല്ല. അവിടെയുള്ള ഒരു ട്രെൻഡ് നമ്മുടെ പഴയ കാല ഡാറ്റ വെച്ചുകൊണ്ടും നിലവിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ പൊതുവായി വിലയിരുത്തിക്കൊണ്ടും 2026 സംഭവിക്കാൻ പോകുന്ന മത്സരത്തിൻ്റെ സ്വഭാവം വെച്ചുകൊണ്ടും നമുക്ക് പറയാൻ പറ്റുന്നത് കാസർഗോഡ് ജില്ലയിൽ 5 മണ്ഡലങ്ങളാണ്. ആ 5 മണ്ഡലങ്ങളിൽ ഇപ്പോൾ അത് 3 മണ്ഡലം ലെഫ്റ്റിനും 2 UDFിനാണ്. ഏതാണ്ട് അതേ സ്വഭാവം തന്നെയായിരിക്കാം 2026 സംഭവിക്കുക. അതിന് മാറ്റമുണ്ടാകാൻ സാധ്യതയുള്ളത് കേവലം മഞ്ചേശ്വരത്ത് മാത്രമാണ്. ഈ മഞ്ചേശ്വരത്ത് സംഭവിക്കാൻ സാധ്യത, അതായത് BJPയുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വളരെ ശക്തമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസിൽ കൂടി വല്ല അട്ടിമറിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ സാധ്യത 3-1-1 ആകാം എന്നല്ലാതെ അത് 3-ൽ നിന്ന് ലെഫ്റ്റിന് കുറയാൻ സാധ്യത കുറവാണ്. UDFിനാണ് എന്നാലും ഒരു റിസ്ക് ഫാക്ടർ ഉള്ളത്. പക്ഷേ എൻ്റെ ഒരു വിശ്വാസത്തിൽ ഈ കാസർഗോഡ് മണ്ഡലത്തിൽ 3-2 എന്ന നിലയിൽ തന്നെ 2026 തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകും എന്നാണ്.